കുറച്ച് ദിവസങ്ങളായി വോട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാല്ലേ. തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവ് ഉയർത്തി വമ്പൻ പ്രക്ഷോഭത്തിന് ഇന്ത്യ സഖ്യം. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. രാവിലെ 11 മണിക്ക് ഇന്ത്യ സഖ്യ എംപിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. അനൂപ് ദാസ് ഉണ്ട് വിശദവിവരങ്ങളുമായി. അനൂപ് ദാസ്, വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. അതേസമയം തന്നെ കെ സി വേണുഗോപാൽ ഇന്നലെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഉറച്ചു തന്നെയാണ് ഇന്ത്യ സഖ്യം കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം കടന്നു പോവുക? ഇന്ന് ഈ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ വോട്ട് അട്ടിമറി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി വിഷയത്തിൽ രാജ്യം കണ്ട വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്ന് സംഘടിപ്പിക്കാനുള്ള അത് ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ്. രാവിലെ 11 മണിക്ക് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇപ്പോൾ തന്നെ രാവിലെ മുതൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി തുടങ്ങും. ഈ വിഷയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് മോഷണ വിഷയം സജീവമായി പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ എംപിമാർ നോട്ടീസ് നൽകും. പക്ഷേ നേരത്തെ ഒക്കെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാവാൻ സർക്കാർ തയ്യാറായിട്ടില്ല, സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉറപ്പായും ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഉടൻ സഭ വിട്ടിറങ്ങാനാണ്, സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനുശേഷം പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് മാർച്ചായി എംപിമാരെല്ലാം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പോകാൻ അനുവദിക്കില്ല. കാരണം അതീവ സുരക്ഷാ മേഖലയാണ് പാർലമെന്റിന്റെ മുൻവശവും ഒപ്പം തന്നെ അപ്പുറത്തൂടെ വിജയ് ചൗക്ക് കഴിഞ്ഞ ആ മേഖലയൊക്കെ. അതുകൊണ്ട് വിജയ് ചൗക്കിൽ തന്നെ ഈ മാർച്ച് തടയാനായിരിക്കും പോലീസിന്റെ തീരുമാനം. അങ്ങനെ തടഞ്ഞാലും ഞങ്ങൾ അറസ്റ്റ് വരിക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ എംപിമാർ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാവില്ല. ജനാധിപത്യത്തെ ഇല്ലാതാക്കി എക്കാലത്തേക്കും ഏകാധിപത്യം സ്ഥാപിക്കാനാണ് BJPയുടെ ശ്രമം. അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി കോൺഗ്രസിനൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുന്നുമുണ്ട്.